KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് S7 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വേർട്ടിക്കലായിട്ടുള്ള മെമ്പേഴ്സാണ്, അതായത് കോളംസ്, പോസ്റ്റ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ. ദെൻ ബക്ലിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന ഇംപെർഫെക്ഷൻ കാരണം ഇതിൻ്റെ ബക്ലിങ്ങിൻ്റെ ടെൻഡൻസി പലതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓരോ ക്ലാസ് അനുസരിച്ച് പ്ലാസ്റ്റിക്, സെമി കോമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അത് കോഡിൽ ടേബിൾ 10 അതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ടു റേഡിയസ് ഓഫ് ഗയറേഷൻ എന്ന് പറയുന്ന റേഷ്യോ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ 2 എൻഡ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കതിനകത്തുള്ള റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ബൗണ്ടറി കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ആക്ച്വൽ ലെങ്ത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡിനകത്ത് ടേബിൾ 11 യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എൻഡ് കണ്ടീഷൻസ് എല്ലാം ബേസ് ചെയ്തുകൊണ്ട്. ദെൻ ഇപ്പോൾ ട്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ കംപ്രഷൻ മെമ്പേഴ്സ് ട്രസ്സസിൽ കൊടുക്കുകയാണെങ്കിൽ ബോൾട്ടോ, റിവറ്റോ, വെൽഡോ ട്രസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് 0.7 to 1 എടുക്കാം. ദെൻ ബക്ലിങ് ഇൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ട്രസ് ആണ് KLൻ്റെ വാല്യൂ ജസ്റ്റ് L ആയിട്ട് തന്നെ എടുക്കുക. ദെൻ ഫ്രെയിമിൻ്റെ കേസിലാണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആ മെമ്പേഴ്സിൻ്റെ സ്റ്റിഫ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ലേസിങ് ആൻഡ് ബാറ്റൺ. അപ്പോൾ നമുക്ക് മിനിമം റേഡിയസ് ഓഫ് ഗയറേഷനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് സെക്ഷൻ്റെ ഏരിയ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്ട് മിനിമം റേഡിയസ് ഓഫ് ഗയറേഷൻ അപ്രോച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള പ്രിൻസിപ്പൾ ആക്സസ് ചെയ്യുന്ന കുറച്ച് ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിനാണ് ലേസിങ് സിസ്റ്റം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ലാറ്ററൽ സിസ്റ്റം എന്ന് വിളിക്കുക. അതിൽ വരുന്നതാണ് ലേസിങ് സിസ്റ്റം. ലേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താ, 2 വേർട്ടിക്കലായിട്ടുള്ള കംപ്രഷൻ മെമ്പേഴ്സ് ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻക്ലൈൻഡ് ആയിട്ടൊരു മെമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ലേസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ്, അതായത് കോളത്തിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് കാരണം വരുന്ന ഷിയർ ഫോഴ്സിനെയൊക്കെ നമുക്ക് മാക്സിമം റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബാറ്റൺ എന്ന് പറഞ്ഞാൽ ലേസിങ് തന്നെ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നേരെ കൊടുക്കുന്നതാണ് ബാറ്റൺ സിസ്റ്റം എന്ന് പറയുന്നത്. കോളം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിൽ നിന്ന് വരുന്ന, കോളം എന്ന് പറഞ്ഞൊരു സ്റ്റീൽ മെറ്റീരിയലാണല്ലോ, അപ്പോൾ കോളത്തിൽ നിന്ന് വരുന്ന ലോഡിനെ നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മേസൺട്രിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബേസുകളാണ് കോളം ബേസ്. അത് 2 ടൈപ്പ് ഉണ്ട്, സ്ലാബ് ബേസും ഉണ്ട്, ഗസറ്റഡ് ബേസും ഉണ്ട്. സ്ലാബ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോളത്തിൻ്റെ ഡയറക്റ്റ് താഴെയായിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ പ്ലേറ്റ് ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൗണ്ടേഷനിലേക്ക്. അതേസമയം ഗസറ്റഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലോഡൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സ്ലാബ് ബേസ് ഒരു സ്മോൾ ലോഡ്സിനും, അതുപോലെ തന്നെ ഗസറ്റഡ് ബേസ് ആണെങ്കിൽ ഹെവി ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തും കൂടെ ചെയ്യും, 2 ഗസറ്റഡ് പ്ലേറ്റ് ആൻഡ് 2 ഗസറ്റഡ് ആംഗിൾസ് ബോത്ത് സൈഡിൽ കൂടെ പ്ലേസ് ചെയ്യുകയും കൂടെ ചെയ്യും. ദെൻ കോളത്തിൽ വരുന്ന ഫെയിലിയർ മേടെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും കംപ്രഷൻ ഫെയിലിയർ ആണ് ഉണ്ടാവുക, പിന്നെ ഷിയർ ഫെയിലിയർ ഉണ്ടാവും, ബക്ലിംഗ് ഫെയിലിയർ, ടോർഷണൽ ഫെയിലിയർ എക്സെട്ര. അതാണ് മെയിനായിട്ട് നമുക്ക് കംപ്രഷൻ മെമ്പേഴ്സിൽ വരുന്ന ഫെയിലിയർ മോഡ്സ് എന്ന് പറയുന്നത്.